ഇതാണ് നമ്മുടെ കഥയുടെ നായിക. മേലെ പറമ്പിൽ രാമചന്ദ്രൻ്റെയും രാധികയുടെയും 2 പെൺമക്കളിൽ ഇളയവൾ ഇഷ. ബിരുദവും ബിരുദാനന്ത ബിരുദവുമൊക്കെ പൂർത്തിയാക്കിയെങ്കിലും ഒരു ജോലിക്ക് പോകാനുള്ള സാഹചര്യം ആയിരുന്നില്ല ഇഷയുടെ വീട്ടിൽ. ഹലോ, മതി മതി, ഇതെൻ്റെ കഥയല്ലേ, ബാക്കി ഞാൻ തന്നെ പറയാം. എൻ്റെ പേര് ഇഷ. നേരത്തെ പറഞ്ഞില്ലേ രാമചന്ദ്രൻ എൻ്റെ അച്ഛനാണ്. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 2 പെൺമക്കളാണ്. എനിക്ക് മൂത്തത് ഒരു ചേച്ചിയുണ്ട്. പുള്ളിക്കാരിയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണ് കേട്ടോ. സാമാന്യം പണമുള്ള വീട്ടിലേക്കാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുള്ളത്. ജയനെന്നാണ് ഭർത്താവിൻ്റെ പേര്. 19 വയസ്സിലായിരുന്നു ചേച്ചിയുടെ കല്യാണം. ആ സമയത്ത് എൻ്റെ അച്ഛന് ഗൾഫിൽ ജോലിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ കല്യാണം മോശമല്ലാതെ തന്നെ നടന്നു. അതിനിടയ്ക്കാണ് അച്ഛന് വൃക്കരോഗം ബാധിച്ചത്. ഒരുപാട് ചികിത്സിച്ചു, എല്ലാം വിറ്റുപെറുക്കി. അവസാനം അച്ഛൻ പോയി. അതോടെ ജീവിതഭാരം മുഴുവൻ എൻ്റെ തലയിലാണ് എന്ന് കരുതി ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഞാനെന്ന് നിങ്ങൾ ആരും കരുതരുത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ കുഞ്ഞാലിക്കയുടെ ചായക്കടയിലേക്ക് ചായക്കടികൾ ഉണ്ടാക്കി കൊടുത്തും പശുവിനെ പോറ്റിയുമൊക്കെ ഞാനും അമ്മയും ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആവശ്യത്തിലും അധികം സൗന്ദര്യം വാരിക്കോരി കൊടുത്തിട്ടും ദിവസവും അമ്പലനടയിൽ നേർച്ചയും വഴിപാടും കഴിപ്പിച്ചിട്ടും എൻ്റെ മോൾക്ക് മാത്രം എന്താ നല്ലൊരു ബന്ധം വരാത്തേന്ന് അമ്മ എപ്പോഴും വിഷമം പറയും. എനിക്കാണെങ്കിൽ ഓരോ കല്യാണാലോചന മുടങ്ങുമ്പോഴും ഉള്ളിൽ 1000 പൂതിരി കത്തിക്കുന്ന സന്തോഷമാണ്. അയ്യോ, നിങ്ങളോട് സംസാരിച്ചതെന്ന് സമയം പോയതറിഞ്ഞില്ല. കുഞ്ഞാലിക്കട കടയിലെ പലഹാരം എത്തിക്കാനുള്ള സമയമായി. എന്നാൽ ഞാനങ്ങോട്ട്. അമ്മേ അമ്മേ. എന്താ അമ്മേ, എല്ലാം എടുത്തു വെച്ചോ? ആ വെച്ചു മോളെ, ഞാനിവിടെ എല്ലാം എടുത്തു വെച്ചിരിക്കുക. നീ ഇനി ഇതൊന്ന് അവിടെ കൊണ്ട് എത്തിച്ചാൽ മതി. എന്തൊരുക്കോ ഇത്, എത്ര നേരമായി നീ ഒരുങ്ങാൻ കയറിയിട്ട്? നീ ഒന്ന് വേഗം വന്നേ. പുറത്താണെങ്കിൽ നല്ല മഴക്കോളും ഉണ്ട്. മഴയ്ക്ക് മുമ്പേ ഇതങ്ങ് കൊണ്ടെത്തിക്കണ്ടേ? യു ഡോണ്ട് വറി അമ്മ, ഇത് ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിക്കാം. മഴയൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഞാനേ റിങ്കുവിൻ്റെ കൂടെ അല്ലേ പോണത്. മഴയ്ക്ക് മുമ്പേ എൻ്റെ റിങ്കു എന്നെ അവിടെ എത്തിക്കും. മതി നിൻ്റെ വാചകോടി. ഇതാ ഇരിക്കുന്നു, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. വേഗം കൊണ്ട് കൊടുത്തിട്ടെ, നേരത്തെ ഇനി എത്താൻ നോക്ക്. പുറത്ത് നല്ല മഴക്കോളുണ്ട്. ഓക്കെ ബോസ്, എന്നാൽ പിന്നെ ഞാനിത് അവിടെ കൊണ്ട് എത്തിച്ചിട്ട് വരാം കേട്ടോ. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്ക. ആ മരുമോനിക്ക് ചുട്ടുകൊടുക്കാനുള്ള ഭാഗ്യം നീ എനിക്ക് തരത്തില്ലല്ലോ. ഓ തുടങ്ങി അമ്മ. എന്തു അമ്മേ, ഒന്ന് പോടന്ന്. പിന്നെ പറഞ്ഞ മറക്കണ്ട, അവിടെ വാചകം ഓടിച്ചോണ്ട് നിൽക്കാതെ നേരത്തെ ഇങ്ങ് എത്ത്. എന്തിനാ അമ്മ അതിങ്ങനെ കൂടെ കൂടെ പറയുന്നേ? ഞാൻ ഇങ്ങ് എത്തിക്കോളാം. കാന്താരി പോയിട്ട് വാ. കുഞ്ഞാലിക്കോയ്. ഹാ, ഇഷക്കുട്ടി എത്തിയോ? എന്തേ കാണാത്തേന്ന് വിചാരിച്ചതേ ഉള്ളൂ.
അപ്പോഴേക്കും ഞാനിങ്ങ് എത്തിയത് കണ്ടോ? അതാണ് ഇഷ. ദാ പലഹാരങ്ങൾ. അത് നീ തന്നെ എടുത്തു വെക്കുമോളെ. പിന്നെ ഇഷമോളെ, അനക്കൊരു കോൾ ഒത്തിട്ടുണ്ട്. എന്താണിക്ക, വല്ല ചാകരയാണോ? അങ്ങനെയും പറയാ. ദാ ഇത് പിടിക്കുന്നീ. എന്താണിക്ക ഇത്? ഇത് ദാസ് ഗ്രൂപ്പിന്റെ വിസിറ്റിംഗ് കാർഡാ. അതിന്റെ മുതലാളി ശിവദാസ് സാറ് നിനക്ക് തരാൻ ഏൽപ്പിച്ചതാ. ഇന്നലെ അവരിവിടെ ചായ കുടിക്കാൻ വന്നിരുന്നു. പറഞ്ഞു വരുമ്പോൾ പുള്ളിക്കാരൻ എൻ്റെ ബാല്യകാല ചങ്ങായിയായിട്ട് വരും. ഇടയ്ക്കിവിടേക്ക് വരാറുള്ളതാ. അങ്ങനെയാണ് ഇന്നലെ ഒന്ന് വന്നത്. നിന്റെ ഇറച്ചിപ്പത്തലും ഉന്നക്കായും ഒക്കെ ഓർക്ക് വല്ലാണ്ടങ്ങ് പിടിച്ചു. നിനക്കവിടെ എങ്ങാനും പണി കിട്ടിയാൽ നിന്റെ കുടുംബം രക്ഷപ്പെട്ടു മോളെ. നീ ഉടനെ തന്നെ അവരുടെ വീട്ടിലൊന്ന് ചെല്ല്, അദ്ദേഹത്തിനെ ഒന്ന് കാണ്. എൻ്റെ ഈശ്വരാ, എൻ്റെ പ്രാർത്ഥന നീ ഇത്ര പെട്ടെന്ന് കേട്ടോ? ശരിക്ക, ഞാൻ ഈ വിവരം എത്രയും പെട്ടെന്ന് അമ്മയൊന്ന് അറിയിക്കട്ടെ. എന്നാ പിന്നെ മോള് ചെല്ല്. ശരിക്ക. കുഞ്ഞാലിക്ക, ഒരു ചായ. ദാ വരുന്നു. കുഞ്ഞോനെ, അവിടെ കടുപ്പത്തിലൊരു ചായ എടുത്തോ. എൻ്റെ ഈശ്വരാ, എൻ്റെ റിങ്കു ഏത് കണ്ണുപൊട്ടനാണോ അത്? ഹോ, കാമുകന്മാരാണല്ലേ. എന്നാ പിന്നെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കല്ലെവിടെ? കാണിച്ചു തരാടാ നിന്നെയൊക്കെ. എൻ്റെ ഈശ്വരാ, കറക്റ്റ് ഉന്നത്തിന് തന്നെ കൊള്ളണേ. ഇവിടെ ഇത്രയും വലിയൊരു വണ്ടി ഇരിക്കുന്നത് നോക്കാതെയാണോടോ വണ്ടി ഓട്ടിക്കുന്നത്? ഇഡിയറ്റ്, നിന്റെ ഈ പുരാതന കാലത്തെ വണ്ടിയൊക്കെ റോഡിന്റെ നടുവിൽ കൊണ്ടിട്ടാൽ അതും നോക്കി ഇരിക്കലല്ല എന്റെ ജോലി. ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോ, ദാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ അനന്തരാവകാശി ശിവദാസിന്റെ ഏക മകൻ അരുൺ. എന്താണ് താൻ എന്റെ റിങ്കുവിനെ പറ്റി പറഞ്ഞത്? ഇതേ എന്റെ അച്ഛന്റെ വണ്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് പാതി വഴിയിൽ നിന്നു പോകുമെങ്കിലും പ്രായത്തിന്റെ ഒരവശതകളും എന്റെ റിങ്കുവിനില്ല. ആ പാവം എന്റെ റിങ്കുവിനെയാണോ നീ പുരാതന വസ്തു എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്? ഡേയ്, എന്റെ റിങ്കുവിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ നിന്റെ മൂക്കിടിച്ച് പരത്തും. ഇഡിയറ്റ്. ഓ കമോൺ അരുൺ, ഇത്ര ലോ ക്ലാസ് പെൺകുട്ടികളോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും കൊടുത്തു വിട്. ഓ ഹലോ, നീ വലിയ ഹൈ ക്ലാസ്. അങ്ങനെ എന്തെങ്കിലും തന്നാൽ പോരാ, മര്യാദയ്ക്ക് ഒരു 5000 രൂപയും എടുക്ക്. 5000 അല്ല, 10,000 ഉണ്ട്. അരുൺ, ഇറ്റ്സ് ടു ലേറ്റ്. കം ലെറ്റ്സ് ഗോ. ഹലോ, ഒന്ന് നിന്നേ. എനിക്കാരുടെ ഓശാരമൊന്നും വേണ്ട. ദാ നിങ്ങളുടെ 5000 രൂപ. എൻ്റെ ഈശ്വരാ, കാറിൻ്റെ ചില്ല് പൊട്ടിച്ചതിന് അവൻ കാശൊന്നും ചോദിക്കരുത്. ആരാണ് ആ പെണ്ണ്? ഉണ്ടക്കണ്ണി. എന്തൊരു അഹങ്കാരമാണ് അവൾക്ക്. ഇത് ആ കണ്ണുനീരല്ല, ഇത് ആനന്ദ കണ്ണീരാ. മോളെ കൺമണി. അമ്മേ. മോളെ, ഈ അമ്മ മോളോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മേ, അമ്മേ, ക്ഷമിക്കണം. എന്റെ രാധിക അമ്മേ. കാല് തൊട്ട്. ഓ ഈ പെണ്ണ്
കിടന്ന് അലച്ചു പോവണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒന്ന് വിളി കേട്ടൂടെ എൻ്റെ അമ്മേ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. എന്തിനാടി വിളിച്ച് സലാം പറഞ്ഞിട്ടൊക്കെ വരുന്നേ? നിന്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ വന്നോന്ന്. ഓ ഐ സീ. അപ്പോൾ എൻ്റെ രാധികാമ്മ പുറത്തേക്ക് വരാത്തത് ടി വി കണ്ടുകൊണ്ടിരുന്നോണ്ടല്ലേ? എന്തേ, എനിക്ക് ടി വി ഉണ്ടൂടെ? അയ്യോ, എൻ്റെ പൊന്നമ്മയ്ക്ക് ടി വി കാണാമല്ലോ. എൻ്റെ രാധികാമ്മ തങ്കക്കുടമല്ലേ? ഇന്ന് എന്തോ വലിയ സന്തോഷം മണക്കുന്നുണ്ടല്ലേ. എന്താ കാര്യം? കാര്യം പറ നീ. ആ മോളെ, ഈ രാജകുമാരിയെ തേടി അങ്ങ് ദാസ് ഗ്രൂപ്പിന്റെ മുതലാളി വരെ വന്നു, അറിയോ? അതാരാണപ്പാ ഈ മുതലാളി? അതൊക്കെ പറയാം. അമ്മ ആദ്യം ഈ ടി വി ഒന്ന് നിർത്ത്. ഞാനിതൊന്ന് പറയട്ടമ്മ. അതിന് ഞാനെന്തിനാടി ടി വി നിർത്തുന്നേ? നീ കാര്യം പറ, ഞാൻ കേൾക്കുമല്ലേ. നീ പറഞ്ഞോ പ്ലീസ് അമ്മ, ആ ടി വി ഒന്ന് നിർത്ത്. എന്നാ നീ കാര്യം പിന്നെ പറഞ്ഞാൽ മതി. ഇതേ എൻ്റെ ഫേവററ്റാ കൺമണി. ഇതിൻ്റെ സീസൺ 2 ഇപ്പം തുടങ്ങിയതാ. ഞാനിതൊന്ന് കണ്ടോട്ട്. ഓ ഈ അമ്മയുടെ കൺമണി ഞാനല്ലേ അമ്മ. മോളെ, നീ കൂടുതൽ പതപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അതമ്മ, ദാ ഈ വിസിറ്റിംഗ് കാർഡ് കണ്ടോ? ഇത് ദാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ കാർഡാണ്. നമ്മുടെ കുഞ്ഞാലിക്കല്ലേ, കുഞ്ഞാലിക്കായുടെ പരിചയക്കാരനാ ഇതിലെ മുതലാളി. എന്നെ ഒന്ന് അവിടെ ചെന്ന് കാണാൻ പറഞ്ഞു. എന്തെങ്കിലും ജോലിക്കാരിയായിരിക്കും. നാളെ ഒന്ന് പോണം അവിടം വരെ. ഓ അതാണോ കാര്യം? ആ അതെ, നാളെ രാവിലെ പോണം. അല്ല, ഇത് കൺമണിയുടെ സീസൺ 2 ആണോ? അതെ. പാവം കൺമണി ഒരുപാട് അനുഭവിച്ചു. ഇനിയെങ്കിലും ആ പാവത്തിനൊരു സന്തോഷം കിട്ടിയാൽ മതിയായിരുന്നു. ആഹാ, അമ്മ കഥയിലും കൂടി ലയിച്ചിരിക്കുകയാണല്ലോ. ഒന്ന് പോടി വേണേ. അമ്മേ, അമ്മേ ഞാൻ ഇറങ്ങും കേട്ടോ. ആ ശരി മോളെ, അവിടെ എത്തിയ ഉടനെ വിളിക്കണേ. വിളിക്കാമ്മ. ആ പിന്നെ പോണ വഴിക്ക് നീ അമ്പലത്തിലൊന്ന് കയറിയിട്ട് പോണേ. ആ ശരിയമ്മ, ഞാൻ ഇറങ്ങുവാണേ. എൻ്റെ കൃഷ്ണ, ദേ ഞാനിന്നൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനായിട്ടാണ് കേട്ടോ വന്നത്. ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി ഒരിടം വരെ പോവുക. അതൊന്ന് റെഡിയാക്കി തരണം. കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ പറ്റിക്കരുത്. കഴിഞ്ഞ തവണ ഇതുപോലൊരു ജോലിക്കാര്യം പറഞ്ഞ് ഞാനിവിടെ വന്നത് ഓർക്കുന്നുണ്ടോ ആവോ? അന്നത്തെ പോലെ ഇപ്രാവശ്യം എന്നെ പറ്റിക്കില്ലേ കൃഷ്ണ? ഇപ്പോൾ ഒരു ജോലി എനിക്ക് വളരെ അത്യാവശ്യമാണ്. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ, എല്ലാം അറിയുന്ന പുള്ളിയല്ലേ. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോകുക. ഇനിയും സംസാരിച്ച് നിന്നാൽ ബസ് കിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ശരിയാക്കി തന്നേക്കണേ എൻ്റെ കൃഷ്ണ. എന്താ അത്? ഇതൊരു പേഴ്സാണല്ലോ. ഇതിപ്പോൾ ആരതാണാവോ? ഇവിടെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. ഹാ, ദേ ഒരു കാറ് അവരുടേതാണെന്ന് തോന്നുന്നു. ഹലോ ഹലോ, ഒന്ന് നിൽക്കണേ. ഹലോ സാർ, സാർ ഒന്ന് നിൽക്കണേ. ഹലോ സാർ, ദേ നിങ്ങളുടെ പേഴ്സ്. സാർ സാർ, പോയല്ലോ. ഇനി എന്ത് ചെയ്യും? എടുത്തു വച്ചിരിക്കാം, ഇനി കാണുവാണെങ്കിൽ കൊടുക്കാം. അയ്യോ എൻ്റെ ബസ് നിൽക്കണേ, ഒരാളോടെ ഉണ്ട്. എൻ്റെ ഈശ്വര, ഞാൻ എന്തായി കാണണേ? അപ്പോൾ ഇതാണല്ലേ ദാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി. സംഭവമൊക്കെ കിടുവാണല്ലോ. അകത്ത് പോയി നോക്കാം.
ഇവിടെ ഇപ്പോൾ ആരോടാ ഒന്ന് ചോദിക്കുക? ആ, അവരോട് ചോദിക്കാം. എക്സ്ക്യൂസ് മീ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ, ഞാൻ കുഞ്ഞാലീസ് ടീ സ്റ്റോളിൽ നിന്ന്. ഹാ, ഇഷയല്ലേ? അയ്യോ അതെ സാർ. അശോ, കുറച്ച് സൗണ്ട് കൂടിപ്പോയി സാർ, സോറി സാർ. സാറിന് നല്ല കുടവേറുണ്ടല്ലോ. എൻ്റെ അച്ഛനും ഇങ്ങനെ തന്നെ ആയിരുന്നു. കുടവേറുണ്ടായാലേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. രാവിലെ നടക്കാൻ പോകണം സാർ. ദൈവമേ, പെട്ട്. ഞാൻ എന്തൊക്കെയായി വിളിച്ചു കൂവിയത്. ഇപ്പോൾ ഗെറ്റ് ഔട്ട് ഉറപ്പാ. ഈ ഇന്നസെൻസ് ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ, ദാ ഇപ്പോൾ കണ്ടു. ആട്ടെ, മോൾ എത്ര വരെ പഠിച്ചു? സാർ, ഞാൻ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു കുറച്ചു കാലം. പിന്നെ വീട്ടിലെ അവസ്ഥ കാരണം. ആഹാ, ഇവിടെ രാമചന്ദ്രൻ എന്നൊരാളാണ് കമ്പനിയുടെ അഡ്വക്കേറ്റ്. നോക്കട്ടെ, ഒഴിവുണ്ടെങ്കിൽ പരിഗണിക്കാട്ടോ. ഞാനിപ്പോൾ കുട്ടിയെ വിളിപ്പിച്ചത് ഈ വരുന്ന 11-ന് എൻ്റെ മകൻ്റെ വിവാഹ നിശ്ചയമാണ്. അതിന് ചായ പലഹാരങ്ങൾ ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്നറിയാനായിട്ടാണ്. 2 days അവിടെ താമസിക്കേണ്ടി വരും. പ്രശ്നമുണ്ടോ? അത് സാർ, അമ്മയോട് ചോദിച്ചിട്ട്. മതി, അമ്മയോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. ജോലിയുടെ ഡീറ്റെയിൽസ് എല്ലാം ദാ ഈ ഫയലിലുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കാർഡിലുള്ള എൻ്റെ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. ഓക്കെ, എന്നാൽ പിന്നെ കൂട്ടി പൊക്കോളൂ. ഓക്കെ സാർ, താങ്ക് യു. അഞ്ജലി, കം ടു മൈ ക്യാബിൻ. യെസ് സാർ. ഹാ അഞ്ജലി, ഞാനൊരു പേഴ്സ് തരാം. അതിൻ്റെ ഒരു മിറർ നഷ്ടപ്പെട്ടു പോയി. താൻ ആ പ്രോബ്ലം എത്രയും പെട്ടെന്ന് സാക്ഷിയോട് ക്ലിയർ ചെയ്യാൻ പറയണം. ഓക്കെ സാർ. ഓക്കെ, ഞാൻ പേഴ്സ് എടുത്തു തരാം. പേഴ്സ് ഞാൻ പോക്കറ്റിൽ ഇട്ടതാണല്ലോ. ഓ മൈ ഗോഡ്, വേർ ഈസ് മൈ പേഴ്സ്? അഞ്ജലി പോയിക്കോളൂ. ഐ വിൽ കോൾ യു ലേറ്റർ. ഓക്കെ സാർ. പേഴ്സ് എവിടെ പോയി? ഞാനത് പോക്കറ്റിൽ ഇട്ടിരുന്നതാണല്ലോ. ഡാ, എൻ്റെ വയറ് വല്ലാതെ കൂടിയിട്ടുണ്ടല്ലേ. നാളെ നീ ജോഗിങ്ങിന് പോകുമ്പോൾ എന്നെ കൂടി വിളിക്കണം കേട്ടോ. എന്താച്ചാ, ഡോക്ടർ വല്ലതും പറഞ്ഞു? ഹേയ്, അതൊന്നും അല്ലടാ. നിന്റെ കല്യാണത്തിന് ഞാനും ഒന്ന് സുന്ദരനാകട്ടെടാ. എന്റെ ശമ്പളം എത്രയാണെന്ന് അറിയോ അമ്മയ്ക്ക്? 25,000 രൂപയാ. സാധനങ്ങളെല്ലാം അവര് തരും. നമ്മൾ ഒന്നും അറിയണ്ടമ്മ. ചുമ്മാ നിന്നാ പലഹാരങ്ങൾ അങ്ങുണ്ടാക്കി കൊടുത്താ മതി. പ്ലീസ് അമ്മ, ഒന്ന് സമ്മതിക്കമ്മ. എന്നാലും മോളെ 2 ദിവസം അവിടെ തങ്ങണമെന്നൊക്കെ പറഞ്ഞ അതിനെന്താ അമ്മ? അത് ഒരു വീട് തന്നെയല്ലേ. ഇതൊരു ജോലിയല്ലേ അമ്മ. അമ്മ എല്ലാത്തിനും ഇങ്ങനെ പേടിച്ചാ എങ്ങനാ? പ്ലീസ് അമ്മ, ഒന്ന് സമ്മതിക്കമ്മ. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളു അമ്മ. ഹാ ശരി, എന്നാ നീ പോയിട്ട് വാ. താങ്ക് യു എൻ്റെ അമ്മക്കുട്ടി. ആരോ വന്നല്ലോ. നീ ഒന്ന് നോക്ക് ആരാണെന്ന്. ശരിയമ്മ, ഞാൻ നോക്കട്ടെ. അല്ല, ഇത് ആര്? സിന്ധു ചേച്ചിയോ? ചേച്ചി എന്താ ഈ സമയത്ത്? ചേച്ചി എന്താ പറ്റിയേ? ചേച്ചി. ഹാ, സിന്ധു മോളോ? മോളെന്താ ഒറ്റയ്ക്കാണോ വന്നേ? ജയൻ എവിടെ? മോളെ എന്താ പറ്റിയേ? സിന്ധു. ചേച്ചി എന്താ പറ്റിയത്? ഇങ്ങനെ കിടന്ന് കരയാതെ കാര്യം പറ ചേച്ചി. ചേച്ചി മോളെ
പറ്റിയത്? മോളെ, നീ ഇങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കാതെ മോളെ. സിന്ധുവച്ചി, കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് കിടന്ന് കര. ഞങ്ങളിങ്ങനെ ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാതെ ഒന്ന് എഴുന്നേറ്റേ സിന്ധുവച്ചി. അത് ചേട്ടൻ. എന്റെ ഈശ്വര, ജയൻ എന്താ പറ്റിയത്? അയാൾക്കൊന്നും പറ്റിയില്ല. പറ്റിയത് മുഴുവൻ എനിക്കാ. സിന്ധുവച്ചി, നീ വാലും തുമ്പില്ലാതെ സംസാരിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാ പറ. നീ ഇതൊന്ന് നോക്ക്. അയാൾ എന്തൊക്കെ വൃത്തികേടുകളാ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അയാൾ എന്നെ ചതിച്ചു. അയാൾക്ക് പല പെണ്ണുങ്ങളുമായി വഴിവിട്ട ബന്ധങ്ങളുണ്ട് അമ്മ. ഇഷേ, എന്താ ഫോണിൻ്റെ അകത്ത്? അതമ്മേ, ജയേട്ടനും പിന്നെ ഏതോ ഒരു പെണ്ണുമായി പല പല പോസിൽ നിന്നുള്ള ഫോട്ടോകളാണ്. എൻ്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം. അമ്മ, എനിക്കിനി ജീവിക്കണ്ട അമ്മ. അല്ല, ഏതാ ഈ കുരിപ്പ്? എൻ്റെ ഈശ്വര, ഇത് ഞാനന്ന് കല്ലെറിഞ്ഞ കാറിൽ നിന്ന് ഇറങ്ങി വന്ന ആ പെണ്ണല്ലേ? അതെ, അവൾ തന്നെ. ആ കുരിപ്പിനെ കണ്ടപ്പോഴേ തോന്നിയതാ പോക്ക് കേസാണെന്ന്. ഞാനിത് അയാൾ കാണാതെ അയാളുടെ ഫോണിൻ്റെ അകത്തുനിന്ന് എടുത്തതാ. ചേച്ചി കരയാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. എൻ്റെ ഈശ്വര, ഈ സാധനത്തിൻ്റെ കരച്ചിൽ നിർത്താൻ എന്താ ഒരു വഴി? അമ്മ. ആ ചേച്ചി, ഈ പെണ്ണിനെ എനിക്കറിയാം. ഇവൾ ഇങ്ങനെ തന്നെയാ, എല്ലാ ആണുങ്ങളെയും ഉമ്മ വയ്ക്കും. ഇവളെ ലിമള എന്ന രാജ്യക്കാരിയാണ് ചേച്ചി. ആ നാട്ടിൽ അങ്ങനെയാ ചേച്ചി. ഇതവരുടെ രീതിയും സമ്പ്രദായവും ഒക്കെയാണ്. ആണോ? നീ പറഞ്ഞതൊക്കെ സത്യമാണോ? അതേനേ, ഇതൊക്കെ ഇവരുടെ നാട്ടിലെ ശീലങ്ങളാ. അല്ലാതെ ജേട്ടനുമായി ഇവർക്ക് വേറൊന്നും ഇല്ല ചേച്ചി. ആണോ മോളെ? സത്യമാണോ ഈ കേൾക്കുന്നതൊക്കെ? അതേ അമ്മേ, ചുമ്മാ നിങ്ങളെല്ലാരും കൂടി കരഞ്ഞ് ബഹളം വയ്ക്കാതെ സമാധാനത്തോടെ ഇരിക്കേ. ചേച്ചി ആ കരച്ചിലൊക്കെ നിർത്തി പോയി വല്ലതും കഴിക്കാൻ നോക്ക്. ഈശ്വരാ, എന്നാലും ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയി. ചേച്ചി ടെൻഷൻ ആവേയൊന്നും വേണ്ട. ചെല്ലേ, പോയി അകത്ത് പോയല്ലോ കഴിക്കാൻ നോക്ക്. അവിടെ നിന്ന് ഇവിടം വരെ യാത്ര ചെയ്ത് വന്നതല്ലേ. ആ അതെ അമ്മേ, നല്ല വിശപ്പുണ്ട്. ജയേട്ടനും ഇവളുമായുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തണം. അതുവരെ ചേച്ചിയെ വിഷമിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മോ, ഇത് വീടോ അതോ കൊട്ടാരമോ? അകവും പുറവും ഒക്കെ കാണാൻ എന്താ ഒരു ഭംഗി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു വീട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ കയറി വരൂ, ബാ. ആ മാഡത്തിനെ കാണാൻ നല്ല ഭംഗിയാട്ടോ. എന്ത് ചന്തമാ ആ നുണക്കുഴിയൊക്കെ കാണാൻ. മോള് കയറി വാ, വന്നിരിക്കേ. കുടിക്കാൻ എന്താ വേണ്ടേ? അയ്യോ ഒന്നും വേണ്ട മാഡം. ഞാൻ ഇഷ. ഇവിടെ മനസ്സിലായി മോളെ, ശിവേട്ടൻ പറഞ്ഞിരുന്നു ഇങ്ങനൊരു കുട്ടി വരുമെന്ന്. ഞാൻ ശിവദാസിൻ്റെ ഭാര്യയാണ്. ഞങ്ങളുടെ മകൻ്റെ വിവാഹ നിശ്ചയമാണ്. ഇവിടത്തേക്ക് പലഹാരം ഉണ്ടാക്കാനാ മോളെ വിളിച്ചത്. ഒന്നിനും ഒരു കുറവും വരുത്തരുത് മോളെ. ആണായും പെണ്ണായും ഞങ്ങൾക്ക് ഈ ഒരു മോൻ മാത്രമേ ഉള്ളൂ. ഹാ മാഡം, ഒട്ടും ടെൻഷൻ ആകണ്ട. എന്നെ ഏൽപ്പിച്ച ജോലി ഞാനൊരു കുറവും കൂടാതെ തന്നെ ചെയ്യും. അത് മതി മോളെ. മോള് വരൂ. മോൾക്കുള്ള താമസ സൗകര്യം മുകളിലത്തെ നിലയിലാണ് റെഡിയാക്കിയിരിക്കുന്നത്. വരൂ. ഇതാണ് മോളുടെ റൂം. ഇഷ്ടമായോ? പിന്നെ അല്ലാതെ ഇഷ്ടമായോ ഒന്നും? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ പിന്നെ മോളെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അറിയിക്കണം കേട്ടോ. ശരി മാഡം.
ആ പിന്നെ ഈ മേഡം മേഡം എന്നുള്ള വിളിയങ്ങ് നിർത്തിയേരാ. എന്നെ അമ്മയെന്ന് വിളിച്ചാൽ മതി കേട്ടോ. ശരി അമ്മേ. എന്നാൽ പിന്നെ മോളൊന്ന് ഫ്രഷ് ആവോ, ഞാൻ താഴോട്ട് ചെല്ലട്ടെ. എൻ്റെ അമ്മോ, എന്ത് രസം അവിടെയൊക്കെ കാണാൻ. ശരിക്കിതൊരു വീടാന്ന് പറയില്ല, ഒരു കൊട്ടാരം പോലുണ്ട്. എവിടെ നോക്കിയാലും എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ. ശോ. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. നാന നന 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 നാന നന 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 നാന നന നാന 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 നാന. റൂമിലും കോളിംഗ് ബില്ലോ കൊള്ളാലോ. യെസ് കമിങ്. സോറി, എൻ്റെ റൂമിലെ പൈപ്പ് പ്രോബ്ലം. ഇവളോ? എൻ്റെ ഈശ്വര, ഇതിൽ അവനല്ലേ അന്നത്തെ ആ കാറുകാരൻ. എന്ത് വേണം? ആഹാ, അപ്പൊ നീയാണല്ലേ ഈ ഉന്നക്കായൊക്കെ ഉണ്ടാക്കാൻ വന്ന ഇശൽ? ഇശലല്ല, ഇഷ, അതാ എൻ്റെ പേര്. പശയോ? തനിക്കെന്താടോ ചെവി കേൾക്കില്ലേ? പശയല്ല, ഇഷ. ഹാ, പശയോ ഇഷയോ അതെന്തേലും ആകട്ടെ. അല്ല, ഇന്നെന്തേ നിന്റെ റിങ്കുവിനെ കൂടെ കൂട്ടിയില്ലേ? ആരെ കൂട്ടണം ആരെ കൂട്ടണ്ടെന്നേ ഞാൻ തീരുമാനിച്ചോളാം. ഇയാളോട് അഡ്വൈസ് ഒന്നും ചോദിച്ചില്ലല്ലോ. ദൈവമേ, ഇവനിതെന്തിനുള്ള പുറപ്പാടാണ്? അതെ, ഈ പശത്തമ്പുരാട്ടി ഒന്ന് മാറിയാ എനിക്കൊന്ന് കുളിക്കാമായിരുന്നു. ഒരു ചക്രവർത്തി വന്നിരിക്കുന്നു. കോൾകളെയും കൊണ്ട് കാറിൽ കറങ്ങിയവനാ. വിശ്വസിക്കരുത് ദിശയെ, ഒന്നിനെയും വിശ്വസിക്കരുത്. അവൻ്റെ മട്ടും മാതിരിയൊക്കെ കണ്ടാൽ തോന്നും ഈ കൊട്ടാരത്തിലെ ചക്രവർത്തി അവനാണെന്ന്. ഹലോ, ഫംഗ്ഷന് ഫുഡ് ഉണ്ടാക്കാൻ വന്ന ആളല്ലേ? ആ അതെ. ഹായ്, ഞാൻ ശ്രീദേവ്. ശ്രീ എന്ന് വിളിക്കും. ഇവിടെ യൂറോപ്യൻ ഡിഷസിൻ്റെ ചാർജ് എനിക്കാ. സോറി, നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ ആണുങ്ങൾക്ക് കൈ കൊടുക്കാറില്ല. ഏട്ടാ, ദാ ഫോൺ. ആ, ഇത് എൻ്റെ പെങ്ങളാട്ടോ. ഹായ് ചേച്ചി, എൻ്റെ പേര് നീലിമ.
നമുക്ക് വിശദമായി പിന്നെ പരിചയപ്പെടാട്ടോ. എനിക്ക് ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ ചേച്ചി, അപ്പോൾ പിന്നെ കാണാവേ. ശരി മോളെ. നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും നീല കണ്ണുകളാണോ? ഏ വീട്ടിൽ ഞാനും പെങ്ങളേ ഉള്ളൂ. അമ്മ മരിച്ചുപോയി. അച്ഛനെ പിന്നെ ഞാൻ കണ്ടിട്ട് കൂടിയില്ല. ഞങ്ങളുടെ കണ്ണുകൾ നീലയാണ്. സോറി, ഞാൻ വിഷമിപ്പിച്ചോ? ഹേയ് ഇല്ലടോ. ഞാൻ ഇഷ. വരുന്നുണ്ട് ചക്രവർത്തി. മൈൻഡ് ചെയ്യരുത് ദിശേ. ഇഷയ്ക്ക് ആളാരാന്ന് മനസ്സിലായോ? ഇല്ല, ആരാ? അത് കൊള്ളാം. ആ പുള്ളിയുടെ എൻഗേജ്മെന്റിന് ഫുഡ് ഉണ്ടാക്കാനാ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണോ ദാസാറിന്റെ മകൻ? അതെ. ഓ, അപ്പൊ ശരിക്കും ചക്രവർത്തി തന്നെയാണല്ലേ. അമ്മയൊന്ന് വിളിക്കാം. ഹലോ അമ്മേ, ഞാനാ. ആ, എത്തിയമ്മേ. യാത്രയൊക്കെ സുഖമായിരുന്നു, ഒരു പ്രശ്നവുമില്ലായിരുന്നു. അമ്മ എന്തെടുക്കാ? ചേച്ചി ഉണ്ടോ അവിടെ? ആ ആ അമ്മേ, പുറത്തെന്തോ ബഹളം കേൾക്കുന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാട്ടോ. ഇല്ല, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ അമ്മേ. എന്താ അത്? എന്തോ ബഹളം കേൾക്കുന്നല്ലോ, ഒന്ന് നോക്കട്ടെ. മോളെ മോളെ എന്താ പറ്റി? മോളെ ഒന്ന് കണ്ണു തുറക്ക്. മോളെ നീലുമേ, മോളെ മോളെ ഒന്ന് നോക്കൂ മോളെ. ശ്രീ, എന്താ അവിടെ? അയ്യോ, നീലമയ്ക്ക് എന്താ പറ്റിയേ? അറിയില്ല ഇഷ, എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടിയാ പെട്ടെന്ന് കുഴഞ്ഞു വീണു. മോളെ നീലമേ, മോളെ. അയ്യോ മോളെ. ശ്രീ, സംസാരിച്ചിരിക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. വാ. എന്റെ ഈശ്വര. ശ്രീ, ടെൻഷൻ ആകണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാം. പേടിക്കത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ഷുഗർ ഒരല്പം കുറഞ്ഞതാണ്. 2 days ഇവിടെ അഡ്മിറ്റ് ചെയ്യാം. 2 ദിവസം എന്തായാലും ഇവിടെ ഒബ്സർവേഷനിലിരിക്കട്ടെ. ഓക്കെ ഡോക്ടർ. അല്ല, ഇതിനു മുന്നേ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, ഇത് ആദ്യമായിട്ടാ. എന്തേ? ഹേയ്, ചോദിച്ചെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു ചെറിയ മയക്കത്തില, എന്തായാലും കിടന്നോട്ടെ.
ഇപ്പോഴും ടെൻഷനിലാണോ? ഡോക്ടർ പറഞ്ഞല്ലോ കുഴപ്പമൊന്നുമില്ലാന്ന്. ഹേയ്, അതല്ലടോ. ഡോക്ടർ പറഞ്ഞില്ലേ 2 days അഡ്മിറ്റ് ചെയ്യണമെന്ന്. അതിനെന്താ? എടോ, നാളെ എനിക്ക് ഡ്യൂട്ടി ഉള്ളതാ. ഇവിടെ നീലിമയ്ക്ക് കൂട്ടി നിൽക്കാൻ അറിയാലോ. വീട്ടിലാരുമില്ല. എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. ഹാ, ഇതാണോ തൻ്റെ ടെൻഷൻ? നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ശ്രീ, പേടിക്കണ്ട കേട്ടോ. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ടുണ്ട്. അമ്മ ഇപ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെടും. നീലിമയ്ക്ക് കൂട്ടിന് അമ്മ നിന്നോളൂ ഇവിടെ. അയ്യോ, ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇയാൾ എന്താടോ ഇങ്ങനെ? ശ്രീ ഇപ്പോൾ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ഫ്രണ്ടിനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പിനൊക്കെ എന്താടോ വാല്യൂ ഉള്ളത്? താങ്ക് യു ഉഷ, താങ്ക് യു സോ മച്ച്. ആ, താങ്ക്സ് ഒക്കെ തൽക്കാലം മോൻ്റെ കയ്യിലിരിക്കട്ടെ. ഇപ്പോൾ എനിക്കൊരു ചായ വാങ്ങിത്താടോ.